സ്കീം 2024 സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റിനെ കുറിച്ച്, അതായത് നാളെ സെപ്റ്റംബർ 11 നടക്കുന്ന സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റിനെ കുറിച്ച് ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ കേരള പുറപ്പെടുവിച്ച നോട്ടിഫിക്കേഷൻ്റെ ഒരു ഭാഗമാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. മാൻഡേറ്ററി ആയിട്ട് കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്ന ഡോക്യുമെൻറ്റുകളുടെ ലിസ്റ്റാണിത്. 17ാമത്തെ പോയിൻ്റ് ശ്രദ്ധിക്കൂ. ഞാൻ ചോദിക്കുന്നത് ഇത്രയുള്ളൊരു കോമൺ സെൻസ് നമ്മൾ ഉപയോഗിക്കണ്ടേ? അല്ലെങ്കിൽ ഇത് ആരാണ് ഇതൊക്കെ വായിച്ച് നോക്കി അപ്രൂവ് ചെയ്യേണ്ടത്? ഇതിൽ പറഞ്ഞിരിക്കുന്നത് പ്രിൻ്റ് ഔട്ട് ഓഫ് രജിസ്ട്രേഷൻ ഫോം, അതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്ന രജിസ്ട്രേഷൻ ലിങ്ക് ഈസ് അവൈലബിൾ ഇൻ ദ വെബ്സൈറ്റ്. ഇത് ഞാൻ ചോദിക്കട്ടെ, ഏത് വെബ്സൈറ്റിലാണ് ഈ രജിസ്ട്രേഷൻ ലിങ്ക് അവൈലബിൾ ആയിട്ടുള്ളത്? നമുക്കറിയാവുന്ന വെബ്സൈറ്റ് CEEയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, പിന്നെ DTEയുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട്, പിന്നെ ഇത് നടക്കുന്ന GEC തൃശ്ശൂരിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഈ 3 സൈറ്റിലും നമ്മൾ പോയി നോക്കി ഒരു ലിങ്കും ഇല്ല, ഒരു തേങ്ങയില്ല, ഒരു മാങ്ങയില്ല. അപ്പോൾ ഈസ് അവൈലബിൾ എന്ന് പറഞ്ഞ അർത്ഥം ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്, അല്ലാണ്ട് വിൽ ബി അവൈലബിൾ ആഫ്റ്റർ സോ ആൻഡ് സോ ടൈം എന്നൊക്കെയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ അത് വേണ്ടി കാത്തിരിക്കാം. ഇനിയിപ്പോൾ അവർ ടൈം പറയാത്തതിൻ്റെ കാരണം ഇതുവരെ പറഞ്ഞ ടൈമൊന്നും ശരിയായിട്ടില്ലല്ലോ. സെപ്റ്റംബർ 4 അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ 5 വെളുപ്പിന് എല്ലാവരും ഉറങ്ങുമ്പോൾ 3 മണിക്കാണ് വരുന്നത്. അതിൽ നിന്ന് മുൻകൂർ ജാമ്യം എടുക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ എങ്കിലും ഇവർക്ക് വിൽ ബി എന്ന് എഴുതി കൂടെ? ഈസ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് ആണ്. ഇതാരാണ് ഈ സെൻറ്റൻസുകൾ ഫ്രെയിം ചെയ്യുന്നത്? ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇതിൻ്റെ ഉത്തരം ഏതെങ്കിലും നമ്പറിൽ വിളിച്ചിട്ട് ഹെൽപ്പ് ഡെസ്കിൽ വിളിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ കമൻസിലൊന്നും ഇടുക. ഒരുപാട് കുട്ടികൾ ചോദിക്കുന്നുണ്ട്, സാർ ഇത് എവിടെ നിന്നാണ് ഈ രജിസ്ട്രേഷൻ നമ്മൾക്ക് ലിങ്ക് കിട്ടുക, എന്താണ്, എപ്പോഴാണ് പ്രിൻ്റ് ഔട്ട് എടുക്കണേ, ഇനി പാതിരാത്രിക്ക് ഈ രജിസ്ട്രേഷൻ വരുമ്പോൾ എവിടേക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാനാണ് ഇവർ ഓടാം?